ഹോസിയയുടെ പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യം. ഞാൻ അവളെ വശീകരിച്ച് ഒരു വിജന പ്രദേശത്തേക്ക്, ഒറ്റപ്പെട്ടൊരു അനുഭവത്തിലേക്ക്, ഒരു ഏകാന്തതയിലേക്ക് കൊണ്ടുവരും. ഒരു വല്ലാത്ത ഐസൊലേഷനിലേക്ക്. ആരുമില്ല, വിളിച്ചാലും അലറിയാലും ആരും കേൾക്കാത്ത ഒരു ഒറ്റപ്പെട്ട നിശയുടെ നിശബ്ദമായ നിതാന്ത ശൂന്യതയിലേക്ക് ഞാൻ അവളെ കൊണ്ടുവരും. പക്ഷെ അത് ഉന്തിത്തള്ളതല്ല, പിടിച്ചു വലിച്ചില്ല, വശീകരിച്ച് പ്രേമബദ്ധമായി സ്നേഹാർദ്രമായി നിന്റെ ദൈവം നിന്നെ വശീകരിച്ച് ചില ശൂന്യതകളുടെ നടുക്ക് നിർത്തും, വല്ലാത്ത വിജനതകളുടെ നടുക്ക് നിർത്തും, ചില കെട്ട മരുഭൂമിയുടെ നടുവിൽ നിർത്തും. പക്ഷെ അവിടെ വെച്ച് അവിടുന്ന് നിന്നോട് സൗമ്യമായി മിണ്ടും. പേടിപ്പിച്ചിട്ടല്ല, ഭയപ്പെടുത്തിയല്ല, സൗമ്യമായി ആർദ്രമായി നിന്റെ നിതാന്ത ശൂന്യതകളുടെ നടുവിൽ ദൈവം നിന്നോട് സൗമ്യമായി മിണ്ടുമെന്നുള്ളതാണ് നിന്റെ ദൈവത്തിന്റെ അത്ഭുതം. കുഞ്ഞെ, നീ പെട്ടു നിന്നാലും, നിന്റെ തന്നെ കൊള്ളരുതായ്മ കൊണ്ട് നീ ശൂന്യനായി ഏകാഗിയായി നിന്നാലും നിന്നെ പടപ്പിക്കില്ല, തകർക്കില്ല, കുറ്റം വിധിക്കില്ല. സൗമ്യമായി ഈ ദൈവത്തിന്റെ കരുണയോർത്ത് കരയണം. നീ തന്നെ നിന്റെ ചെയ്ത്തുദോഷം കൊണ്ട് നീ ഒറ്റപ്പെട്ടാലും, നീ പെട്ടുപോകുന്ന പാവാവസ്ഥയിലും ശൂന്യതയിലും നിന്നോട് സൗമ്യമായി മിണ്ടുന്ന ഏക വ്യക്തി നിന്റെ ദൈവമാണ്. ഇതോർത്ത് സമാധാനിക്കണം, ആശ്രയിക്കണം.